കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് അവിടെ നടക്കുകയാണ്. പോലീസിന്റെ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ എസ്എഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. വാക്കുതർക്കവും പോലീസുമായി ഉന്തും തള്ളുമൊക്കെ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് എസ്എഫ്ഐ പ്രവർത്തകർ. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, എസ്എഫ്ഐയുടെ പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രതിഷേധ മാർച്ച്? സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എസ്എഫ്ഐ നടത്തുന്ന മാർച്ചുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് മാർച്ച് ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കോഴിക്കോട് രാധാനഗരി വകുപ്പ് ഓഫീസിന് സമീപത്ത് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രവർത്തകരുടെ ഭാഗത്ത് ആദ്യഘട്ടത്തിൽ മാർച്ച് ഇവിടെ എത്തിയ സമയത്ത് തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. തുടർന്ന് ആണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായിട്ടുണ്ട്. ഒരു പക്ഷേ ഉദ്ഘാടന പരിപാടികൾ, അതായത് നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമാസക്തമായ ഒരു സമരത്തിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഗവർണർക്കെതിരെയാണ് പ്രധാനമായും മുദ്രാവാക്യം വിളിക്കുന്നത്. ഗവർണറുടെ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ഇടപെടുന്നു. അത്തരം നീക്കങ്ങളിൽ നിന്നും ഗവർണർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിരവധിയായ വിദ്യാർത്ഥികൾ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ മാർച്ച് ഇവിടെ എത്തിയ ഉടൻ തന്നെ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാനും അതുപോലെ ഈ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഒരു പ്രകോപനം എസ്എഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി. അതേ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ആദ്യം ഒരു വട്ടം മാത്രമാണ് ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ ആയിരിക്കും പോലീസിന്റെ ശ്രമം. പോലീസ് എന്തായാലും വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ ഇവിടെയുണ്ട്. ആ രീതിയിൽ ഈ മാർച്ചിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ ഈ ഓഫീസിന് മുമ്പിൽ തന്നെ വെച്ച് തടയാനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്നുകൊണ്ട് വിളിക്കുകയാണ് ഗവർണർക്കെതിരെ. ഗവർണർ കാവ്യവൽക്കരിക്കാൻ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിൽ പിന്മാറണം. അങ്ങനെ ഗവർണർക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഒരു പക്ഷേ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നേതാക്കളുടെ പ്രസംഗം ഉദ്ഘാടന പരിപാടികളടക്കം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. എസ്എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം P. താജുദ്ദീനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷമായിരിക്കും ഒരു പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ അക്രമാസക്തമായ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രകോപനങ്ങളോ മറ്റു ശക്തമായ സമരമുറകളിലേക്ക് കടക്കുക. ഏതായാലും നിരവധിയായ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. എസ്എഫ്ഐയുടെ പഠിപ്പുമുടക്കി സമരമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും വിവിധ കലാലയങ്ങളിൽ നിന്നും നിരവധിയായ വിദ്യാർത്ഥികൾ മാർച്ചിന്റെ ഭാഗമായി ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഈ ഗവർണർക്കെതിരെ. ഗവർണർ സർവകലാശാലയിൽ കാവ്യവൽക്കരിക്കുന്ന വിഷയം ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് എസ്എഫ്ഐയുടെ പഠിപ്പുമുടക്ക് സമരം. ഇന്നിപ്പോൾ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്കായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. വിവരങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്.